സംഘടനയ്ക്കും വിനയനെ ഇത് ചെയ്യാൻ പറ്റില്ല. വിനയൻ നാളെ സിനിമ നിർമ്മിക്കാനോ ഡയറക്റ്റ് ചെയ്യാനോ വന്നാൽ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ഇവിടെ ഉണ്ടാവും. അവൻ അനുഭവിക്കണം. ഇവൻ സിനിമ പിടിക്കാൻ പോകണ്ടല്ലേ ഇവനിങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അന്നേരത്ത് സീമയുണ്ട്, അവരുടെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ കൊണ്ടുചേരിൽ വന്ന് സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനവിടെ വരുമെന്ന്. ജയറാം പാത്തിരിക്കുക. സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മമ്മൂക്കായാണ്. ലാലേട്ടൻ ഇഷ്ടം മമ്മൂക്കായാണ് എനിക്ക്. അത് ആരും പറയാറില്ല, ഞാൻ പറഞ്ഞിരിക്കും. അപ്പോൾ ഉമ്മൻചാണ്ടി സാറെ എനിക്ക് ഇഷ്ടമായിരുന്നു, ഉമ്മൻചാണ്ടി സാറ് എന്നെ ഇഷ്ടമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ചികിത്സയെ ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായല്ലോ. അങ്ങനെ ചാനലൊക്കെ വന്ന് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അവസരം ഉണ്ടാക്കി കൊടുത്തു. അതിനൊരു ദേഷ്യം അദ്ദേഹത്തിൻ്റെ മകൻ എന്നോടുണ്ട്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. വിനയൻ പക്ഷക്കാരനായിരുന്നു താങ്കൾ, അങ്ങനെ ഒരു ആരോപണം ഉണ്ടോ? അങ്ങനല്ല. വിനയനെ ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ മെമ്പറിൽ അവിടുന്ന് പോയി മെമ്പർഷിപ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചേംബർ മെമ്പർഷിപ്പിലേക്ക് അദ്ദേഹം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒത്തിരി പ്രയത്നം നടത്തി. അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ഞാനാണ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിച്ചതും. അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വെളിയിലായല്ലോ. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തതും അവിടെ വാദിച്ചതും ജനൽബോഡി വാദിച്ചതും കൈയടിച്ചുകൊണ്ട് ജനൽബോഡികളെ സ്വീകരിക്കുന്നതൊക്കെ വിനയൻ ചേട്ടനും ഞാനോട് ഉള്ളപ്പോഴാണ്. പിന്നീട് ഞാനും വിനയൻ ചേട്ടനും തമ്മിലൊരു പാനലിട്ടു, പ്രേംപ്രകാശ് ഞങ്ങളെല്ലാം കൊടുത്തു. ആ പാനൽ പരാജയപ്പെട്ടു പോയി. കുറേ നിസ്സാര വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. അത് ഭയങ്കര മത്സരമായിരുന്നു. പിന്നീട് ഞാൻ ആ പാനലിൽ മത്സരിച്ചില്ല. പിന്നെ ശശി ഏഞ്ചലാണ് മത്സരിച്ചത്. പിന്നെ ഞാൻ നമ്മുടെ സംഘടനാപരമായ കാര്യങ്ങളാലും മുന്നോട്ട് പോയി. ശ്രീ വിനയൻ അദ്ദേഹം ഇപ്പോൾ എനിക്ക് പിണക്കൊന്നും ഇപ്പോഴും വിളിക്കാറുണ്ട്, മിനിഞ്ഞാന്നും വിളിച്ചു സംസാരിക്കാറുണ്ട്. അദ്ദേഹം പലപ്പോഴും പല വേദികളിലും പറയുന്നു അദ്ദേഹത്തിൻ്റെ പല സംഘടനകളും ഇപ്പോഴും ഒരു ബാനിങ് എന്നല്ല, ഒരു അപ്രതീക്ഷിതമായ ഒരു വിലക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനോട് യോജിക്കുന്നുണ്ടോ? ഇപ്പോൾ എനിക്കില്ല. എനിക്ക് വിനയൻ ചേട്ടനോട് ഇപ്പോൾ ആ ഒരു സംഘടനയും വിലക്കുന്നത്. ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ വരാറുണ്ട്, അദ്ദേഹം മീറ്റിംഗ് സംസാരിക്കാറുണ്ട്, ചേംബറിൽ വരാറുണ്ട്. അദ്ദേഹത്തോട് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ വിനയൻ ചേട്ടനോട് അങ്ങനെ ശ്രീ വിനയനോട് ഒരു വിധത്തിലുള്ള ഒന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ അദ്ദേഹം ഒത്തിരി കഴിവുള്ള ആളാണ്, മനസ്സിലല്ലേ? ഇപ്പം സ്വാഭാവികമായിട്ട് കഴിവുള്ള ആൾക്കാർ, വേറെ ചില ആൾക്കാർ കഴിവില്ലാത്തവർക്ക് ചിലപ്പം ഈ ആൾ വന്നാൽ പ്രശ്നമാകുമെന്ന് തോന്നുന്നുണ്ട്, ചിലപ്പോൾ ഉണ്ടാവും, എനിക്കറിയില്ല. ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ടെന്ന്. പിന്നെ അദ്ദേഹം ഒരു പൊസിഷനിൽ വന്നാൽ നല്ലതായിരിക്കും. അദ്ദേഹം നല്ല പവർഫുള്ളാണ്. ഞാൻ ഇതിനകത്ത് അദ്ദേഹത്തെ ബാൻ ചെയ്യുന്നൊന്നും ഇപ്പം ഇല്ല. അപ്പം അദ്ദേഹമായിട്ട് നല്ല ഒരു ഇതിലാണ് പോണത്. പിന്നെ അദ്ദേഹവും ഫെഫ്കയും തമ്മിൽ പ്രശ്നമുണ്ട്. അത് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ചേംബറുമായിട്ട് വിഷയങ്ങളില്ല, ഒന്നുമില്ല. അദ്ദേഹം മെമ്പറാണ് ചേംബറിൽ. ഫെഫ്കയായിട്ടുള്ള വിഷയങ്ങളാണ് ഉണ്ട്, അവർ തമ്മിൽ വിഷയങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതെ. ആ വിഷയങ്ങളിൽ ചേംബറിന്റെ നിലപാടെന്താ? നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല. എങ്കിലും ഒരു വ്യക്തി എന്ന നിലയിൽ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? അല്ല, അങ്ങനെ ശ്രീ വിനയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശരിയല്ലല്ലോ. അതിനോടൊന്നും ആക്രമിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. കാരണം നമ്മൾ ഫെഫ്കയെ അദ്ദേഹം ആക്രമിച്ചാലും ശരിയാകത്തില്ല. ശ്രീ വിനയൻ എത്രയും ഇവിടെ അതിന് ശേഷം ഇനിയും ചെയ്യുമല്ലോ. കോമ്പറ്റീഷൻ കമ്മീഷനിൽ നിന്ന് അനുകൂലമായ റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ട് പോലും അദ്ദേഹത്തിന് ഒരു സിനിമ ചെയ്യാൻ ഒരുപാട് കാലം വേണ്ടി വന്നു എന്നുള്ളതാണ്. അതിനിടയ്ക്ക് അദ്ദേഹം ഒത്തിരി പടം ചെയ്തു, ലിറ്റിൽ സൂപ്പർമാൻ ചെയ്തു, വേറെ ഒത്തിരി പടം ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു മെയിൻ സ്ട്രീം പടങ്ങൾ ചെയ്യാൻ പറ്റിയത് ഇപ്പം ഗോപാലേട്ടൻ്റെ പടത്തിലാണ് അദ്ദേഹം വന്നത്. പിന്നെ അദ്ദേഹത്തിന് നല്ല പടമായിരുന്നല്ലോ അത്. അപ്പം ശ്രീ വിനയന് സിനിമ ചെയ്യുന്നതിനൊന്നും ഒരു വിലക്കൂല. അദ്ദേഹം സിനിമ ചെയ്യുകയും ചെയ്യും. അതായത് പ്രോജക്റ്റുകളും കാര്യങ്ങളും ഒത്തുവന്ന് നല്ല പ്രൊഡ്യൂസർ ഒത്തുവന്ന് അദ്ദേഹം പടം ചെയ്യും. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. അത്തരം വിഷയങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. സ്വാഭാവികമായിട്ടും വിനയനോട് ഏതെങ്കിലും സംഘടനകൾ ഉണ്ടെങ്കിൽ അതിനോട് വ്യക്തിപരമായി യോജിക്കുന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സംഘടനയ്ക്ക് വിനയനെ ഇത് ചെയ്യാൻ പറ്റില്ല. വിനയൻ നാളെ സിനിമ നിർമ്മിക്കാനോ ഡയറക്റ്റ് ചെയ്യാനോ വന്നാൽ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ഇവിടെ ഉണ്ടാവും. നിർമ്മാതാവായി വരുമ്പോൾ ഒരുപക്ഷെ ഈ നേരത്തെ പറഞ്ഞ അനുസരിച്ചിട്ട് ഒരു മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ എഴുതി കാണിച്ചൊരു അവിടെ നിർമ്മാതാവാകാനുള്ള സ്വപ്നം വരികയാണ്. നിർമ്മാതാവാകുന്നു. 8ാം വയസ്സിലാണ് അങ്ങനെ ഒരു സിനിമ കാണുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഇപ്പം നിർമ്മാതാവാണ്. മാത്രമല്ല ഇന്ന് ചേംബർ എന്ന് പറയുന്ന ഒരു അപെക്സ് ബോഡി, എന്നാൽ സിനിമകളുടെ ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരു അപെക്സ് ബോഡിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിരുന്നു ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് വരുമെന്നോ എന്തെങ്കിലും? ഇല്ല. അതാണ് മനസ്സിന് പലരും എന്നെ അടുത്തറിയാമെന്ന് പറഞ്ഞൊരു കാര്യമാണ്. സജിയുടെ മനസ്സിൻ്റെ നന്മയാണെന്ന് പറയും. ഇപ്പം നിങ്ങൾ തുറന്നു പറയും, ഇത്രയ്ക്കേ ഉള്ളൂ. ആ സമയത്ത് ക്ഷിപ്രകോപിയാണ്. അപ്പോൾ ഞാനവിടെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ശ്രീ പ്രേം നസീറിൻ്റെ അവിടെ ഇരുന്നതും പ്രേം നസീറിൻ്റെ ശിലാഫലങ്ങളും കാണുക. പിന്നെ അതുപോലെ തന്നെ ശ്രീ കുഞ്ചാക്കോ മുതലാളി, സുബ്രഹ്മണ്യം, ഇവരുടെയൊക്കെ ഇതൊക്കെ ചേംബറിൽ അവരെ വലിയ വലിയ ആൾക്കാർ. നമ്മളൊക്കെ
സ്വപ്നം കാണാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വലിയ വലിയ വ്യക്തിത്വങ്ങൾ ഇരുന്ന സീറ്റിലാണ് നമ്മളിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഓർക്കും. ഞാൻ സ്വയം ചോദിച്ചൊരു ചോദ്യം പറയണോട്ടെ, എനിക്കെന്ത് യോഗ്യത? ഞാൻ 100 സിനിമകൾ ചെയ്ത ആളല്ല. ഞാൻ സിനിമയിലെ വലിയ ഒരു മനുഷ്യനുമല്ല. മലയാള സിനിമയിലെ മറ്റ് വലിയ സംഭവം ഒന്നുമല്ല. എനിക്ക് എന്തുകൊണ്ടാണ് ഈ അവസരം കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ പല സീനിയേഴ്സും പറഞ്ഞാൽ അറിയാം, ഡെഡിക്കേഷൻസാണ്. അതായത് പഠിക്കും കാര്യങ്ങൾ, അത് മീറ്റിങ്ങുകൾ ചെല്ലും. സിനിമ എനിക്ക് പാഷനാണ്. എൻ്റെ പബ്ലിക് കോളേജ് എന്ന് പറഞ്ഞാൽ 3-4 കോളേജ് ഇട്ടിട്ട് പോലും ഞാൻ ഇതിനു വേണ്ടി പോകും. കാരണം കോളേജ് എനിക്ക് പ്രിയപ്പെട്ടതാണ്. നല്ല വിദ്യാർത്ഥികൾ നന്നായി പഠിപ്പിക്കണം, സമൂഹത്തിൽ ഒരാവശ്യമാണ്, അവരെ നന്നായി ജയിപ്പിക്കുകയൊക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ എനിക്കൊരു ടൈം പാസ് വേണ്ടേ, അല്ലെ നമ്മൾ മടുത്തു പോകുമല്ലോ. ആ ടൈം പാസ് പോലെ ഞാൻ പോയി വളരെ സീരിയസ് ആയിട്ട് നിന്ന് ധാർമ്മികത സത്യസത്യമായി നിന്ന് സത്യത്തിന് വേണ്ടി നിലകൊള്ളൂ. അവിടെ ഞാൻ മുഖം നോക്കാറുണ്ട്. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ ഇന്നലെ തന്നെ കൊണ്ട് സീനിയറായിട്ടുള്ള ഒരു വലിയ പഴയ കാലം മുതലുള്ളൊരു ഒരു വലിയ വ്യക്തിത്വം ഇന്നലെ അവിടെ ഇരുന്ന് പറഞ്ഞ് അപ്പുറത്തിരുന്ന് വേറൊരു സംഘടന എന്ന് പറഞ്ഞു അട്ടക്കും ചിട്ടയും കൊണ്ട് മിടുക്കനാണ്. ഇത് കേൾക്കാൻ പോരെ? മീൻസ് അതൊരു വലിയ അംഗീകാരമല്ലേ? നമ്മളാരാ? നമുക്ക് എന്താണ് യോഗ്യത? എനിക്കൊരു യോഗ്യതയില്ല. ഞാൻ ചിലപ്പോൾ ആലോചിക്കും, ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി ഞാൻ തന്നെയാണോ? ഇടയ്ക്കൊന്ന് പിച്ച് നോക്കും. ഞാൻ പറഞ്ഞത് അത് ചിലപ്പം അപ്പം എന്നോട് ഒരാൾ പറഞ്ഞാണ്. അപ്പോൾ ഞങ്ങളുടെ നേതൃത്വത്തിനൊക്കെ എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം സംഘടനാ തലത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ചേട്ടനെ ബേസ് ചെയ്തിട്ട് സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട് മലയാളത്തിൽ. സർ CP എന്നാണ് എൻ്റെ പേര്. അതെ, ഞാൻ മറന്നു കിടക്കാൻ. എങ്കിലും സർ CP ആണോ? സ്വഭാവം കൊണ്ട് സർ CP ആണോ? അല്ല, സർ CPയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. പിന്നെ അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ സിനിമ അത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കണം. എൻ്റെ 5 ഫിംഗേഴ്സ് എഴുതിയ S. സുരേഷ് ബാബു അദ്ദേഹം ആണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. ഇദ്ദേഹം എൻ്റെ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം തന്നെ എന്നെക്കുറിച്ച് പഠിച്ചിട്ട് ഇദ്ദേഹം ഒരു കഥ നേരത്തെ എഴുതി വെച്ചിരിക്കുകയാണ്. അത് ശ്രീ ജയറാം ആണ് അഭിനയിച്ചത്. അതിൽ സ്വർണ്ണപ്പല്ലുണ്ട്, ഈ ഹാഫ് കൈയൊക്കെ ഉണ്ട്, അപ്പം ഈ കൈയൊക്കെ ഇട്ട്. അപ്പോൾ ഇദ്ദേഹം ഈ സിനിമ ആക്കുക എന്നുള്ളത് ജയറാം ഇരുന്ന ലൊക്കേഷനെ കൊണ്ടുപോയി. അപ്പോൾ അന്നത്തെ സീമയുണ്ട്, അവരുടെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ കൊണ്ടുചേരിൽ വന്ന് സ്ക്രിപ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വരുമെന്ന്. ജയറാം പാത്തിരിക്കുകയായിരുന്നു. ജയറാം ഇതിനെ പാത്തിരുന്നത് എൻ്റെ ചേഷ്ടകൾ അനുകരിക്കാൻ, എൻ്റെ നടപ്പ്, എൻ്റെ നിപ്പ് എല്ലാം അനുകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാത്തിരുന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ജയറാം ചാടി വന്നു, ഞാനെല്ലാം പഠിച്ചെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് മനസ്സിലായി ഈ പടം എന്നെക്കുറിച്ചാണ്. ആ പടത്തിലെ എല്ലാ കാര്യങ്ങളും സിനിമാപരമായ ചില മാറ്റങ്ങളുണ്ടെങ്കിലും കുറേ ഭാവമൊക്കെ കറക്റ്റാണ്. അത് സുരേഷ് ബാബു ചെയ്ത ഒരു ചതിയാണ്. സ്വർണ്ണപ്പല്ല് താല്പര്യം എന്താണ്? സ്വർണ്ണപ്പല്ലിനോട് താല്പര്യം അത് ചെറുപ്പത്തിൽ നിന്നൊരു ആഗ്രഹം. എൻ്റെ ഒരു കസിനുണ്ട്, മരിച്ചുപോയി, എൻ്റെ ഫാദറിൻ്റെ പെങ്ങളുടെ മോനായിരുന്നു. അദ്ദേഹം ചെറുപ്പത്തിൽ വീട്ടിൽ വരുമ്പോൾ ഭയങ്കര സുന്ദരമാണ് പുള്ളിയെ കാണാൻ. അപ്പോൾ പുള്ളി സ്വർണ്ണപ്പല്ല് വെച്ച് വരുമ്പോൾ കുഞ്ഞുനാൾ ഞാൻ ആഗ്രഹിച്ചു എനിക്കൊരു സ്വർണ്ണപ്പല്ല് വേണം. സത്യം, ഈ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞില്ല, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സ്വപ്നം കാണാൻ നമുക്ക് കഴിയണം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇത് കേൾക്കുന്നവരോടും പറയാനുള്ളത് സ്വപ്നം കാണണം. ഒരാളെ വലുതാക്കുന്നത് അവന് സ്വപ്നം കാണാനുള്ള കഴിവാണ്. ഇംഗ്ലീഷിൽ അതിന് കപ്പാസിറ്റി ടു ഡ്രീം എന്ന് പറയും അല്ലേ. സ്വപ്നം കാണുമ്പോൾ മാത്രമേ നമുക്ക് അതിനോട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം എൻ്റെ ഫാദറിൻ്റെ പെങ്ങളുടെ മോന് ഈ സ്വർണ്ണപ്പല്ല് വെച്ച് ചെറുപ്പത്തിൽ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ എനിക്ക് ഇദ്ദേഹത്തിന് ഭയങ്കര സുന്ദരമാണ്. ഈ സ്വർണ്ണപ്പല്ല് ഇങ്ങനെ തിളങ്ങുന്ന കാണുമ്പോൾ ഒരു ആശയം എനിക്ക് ചെറുപ്പത്തിൽ മനസ്സിൽ കൂറി കിട്ടും, എനിക്കും ഒരു സ്വർണ്ണപ്പല്ല് വേണം. നിർഭാഗ്യവശാൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി സ്റ്റുഡൻസ് സംഘടനത്തിനിടയിൽ കോളേജ് എൻ്റെ ഒരു പല്ല് പോവുകയും ചെയ്തു. അപ്പം ഈ കറക്റ്റ് വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ചതും പാലെന്ന് പറഞ്ഞാൽ ഈ പല്ല് കൃത്യമായി ഇളകി പോവുകയും ചെയ്തു. അന്ന് വിദ്യാർത്ഥി സംഘടന ഉണ്ടായ സമയത്ത് കോളേജ് പഠിക്കും. അങ്ങനെ വന്നപ്പോൾ ഒരു വെപ്പുപല്ല് വെച്ച് കളയാം. അപ്പോൾ ഈ സ്വർണ്ണത്തിന് പല്ല് വെക്കുന്നവരാരുമില്ല. അങ്ങനെ ഒരു ഫ്രണ്ട് ദന്തിസ്റ്റിനെ പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഫാദർ ദന്തിസ്റ്റാണ്, പുല്ലാട. അദ്ദേഹം ഇപ്പോൾ ഓസ്ട്രേലിയല്ല, രഞ്ജിത്തെന്നല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പം മിഷനൊന്നും അങ്ങനെ ഇല്ല ഈ സ്വർണ്ണപ്പല്ലിൻ്റെ. അങ്ങനെ രഞ്ജിത്ത് ഫാദറിനോട് ചെന്നു. ഫാദർ വളരെ പ്രായമുള്ള ആളാണ്. പുള്ളി പറഞ്ഞ് ആഗ്രഹമാണെങ്കിൽ സാധിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ സ്വർണം കൊടുത്ത് പഴയ മിഷൻ, ഇപ്പോൾ ആർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് പുല്ലാട് കോഴഞ്ചേരിയിൽ ഇത് ഉണ്ടാക്കി എനിക്ക് കിട്ടി. അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം സഫലീകരിച്ചു. ഇനി ചാകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരാണ് അവസാനം വെള്ളം തരുന്നത് അവർക്കിത് എടുക്കാം. ഇനി സ്വർണ്ണപ്പല്ല് കിട്ടുമല്ലോ എന്ന് ഓർത്താലും വെള്ളം ഒഴിച്ചാൽ അത്രയല്ലേ എന്തായാലും അല്ലേ, മരിക്കാതെ നമുക്ക് ചില വെള്ളം കിട്ടുമല്ലോ. ഇത് എടുത്തോളാൻ പറഞ്ഞത് ആരുമാണ് എടുക്കാം. ഒരു പവനുണ്ടോന്ന് ചോദിക്കുക. ഒരു പവനുണ്ട്. ഇപ്പം നല്ല കാശൊക്കെ ഉണ്ട്. കിട്ടാൻ വേണ്ടി എന്നെ കൊല്ലൊന്നും ചെയ്യല്ലോ കേട്ടോ, തട്ടിയേക്കാന്ന് ഓർത്ത്. അങ്ങനെ ആൾക്കാരൊക്കെ ചെയ്ത് കളയും.
ചെയ്തത്. ഇത് ഒറിജിനൽ പബ്ലിക് കോളേജ് എന്ന് പറയുന്നത് ഒരു 40 വർഷത്തിന് മേളിലായി. 42. 40 വർഷം എന്ന് പറയുന്നത് ചെറിയ കാലമല്ല. ചേട്ടൻ അറിയുമെന്ന് എനിക്കറിയില്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന, നമ്മുടെ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ഇതിൻ്റെ പരീക്ഷകളും വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ പഠിച്ചിറങ്ങിപ്പോയ ഒരു സ്ഥലമാണ്. 2,08,000 പേരെ പഠിപ്പിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിള്ളേരെ പഠിപ്പിച്ച സ്ഥലം ഇതാ. 6 മാസം കൊണ്ട് +2, പിന്നെ നമ്മുടെ 10ാം ക്ലാസ്, BA BCom. ഇതൊരു തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് പൊതു ഒരു ധാരണ. ചേട്ടനെ ഈ ആക്രമിക്കാൻ വെക്കുന്ന ശത്രുക്കളുണ്ട്. ഞാൻ പറഞ്ഞ അവരെ ടാർഗറ്റ് ചെയ്തിട്ടാണ്. ഇവിടുന്ന് പഠിച്ചു വന്ന ആളാണ് താങ്കളെന്നാണ് അവരെല്ലാം പറഞ്ഞത്. പബ്ലിക് സ്കൂളിൽ നിന്ന് അതിൽ CMS കോളേജിൽ എക്കണോമിക്സ് പഠിച്ച്, അത് കഴിഞ്ഞ് MA അത് സോഷ്യോളജി പഠിച്ചിട്ടാണ് വന്നത്. അപ്പം അവരോട് പറയാനുള്ള ഉത്തരപ്പായി പലരും പറഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് കോട്ടയം ഈ സ്കൂളിൽ നിന്ന് തന്നെ ഡിഗ്രി പാസ്സായ ആളാണെന്നാണ്. അതെങ്ങനെയാ ബാർബർ സ്വന്തമായിട്ട് മുടി വെട്ടാറുണ്ടോ? എന്താണ് പറയുന്നത്? ഞാൻ പ്രീ ഡിഗ്രി വിളിച്ച പാമ്പാടി KG കോളേജിലാണ്. പ്രീ ഡിഗ്രി പാമ്പാടി KG കോളേജിലാണ്. പഠിക്കാൻ എടുക്കാനായിരുന്നു. അതിൽ ആവറേജ്. മാത്സ് അല്പം ടഫായിരുന്നു. മാത്സ് ടഫ്. അതുകൊണ്ടാണ് എക്കണോമിക്സിൽ പോയത്. അല്ല, മാത്സ് ടഫായിട്ട് ഞാൻ പഠിക്കാൻ വന്ന ട്യൂട്ടോറിയൽ കോളേജ് ഇത്. ഇവിടെ പഠിക്കാൻ വന്നാണ്. ഈ ട്യൂട്ടോറിയൽ കോളേജ് ഞാൻ 17ാമത്തെ വയസ്സ് പഠിക്കാൻ വരുമ്പോൾ അതിൻ്റെ മാത്സിൻ്റെ അധ്യാപകൻ എൻ്റെ ബ്രദറുമായിട്ട് വലിയ ഇൻറ്റിമസിയാണ്. പുള്ളി വലിയ ഒരു കോൺഗ്രസ്സുകാരൻ. എൻ്റെ ഫാദർ പഴയ KS ജില്ലാ പ്രസിഡന്റ്. ആ ഫാമിലി ബന്ധം വെച്ച് പുള്ളി എന്നെ കോളേജ് ഏൽപ്പിക്കാൻ ഭോപ്പാലിൽ പിള്ളേരെ 6 മാസം +2 കൊണ്ട് എഴുതിക്കാൻ എന്നെ വിട്ടു. 17 വയസ്സുകാരനായ പയ്യൻ വലിയ ആൾക്കാരെ KK എക്സ്പ്രസ്സെ കൊണ്ട് എഴുതിക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ പ്രായാധിക്യമുള്ള ആ പ്രൊഫസർ പറയുകയാണ് അടുത്ത വർഷം നീ നടത്താൻ. അങ്ങനെ വന്നാ. അപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ട് ഇത് കോളേജ് നടത്തുകയാണ്. അപ്പോൾ എനിക്ക് കൊച്ചു പയ്യനാണ്, മീശ മുളച്ചൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വല്യപ്പൻ അധ്യാപകനായിരുന്നു. കോട്ടയത്ത് ആദ്യത്തെ BA ഒരാളാണ്. ആദ്യത്തെ BA പറഞ്ഞ ജാടയാണ്. ഞാൻ അത് വിട്ടു. അന്ന് BA എന്നൊക്കെ പറഞ്ഞ വലിയ അന്നത്തെ കാലത്ത് എൻ്റെ ഫാദറിൻ്റെ ഫാദർ നന്ദിയാട്ട് CT വർഗീസ് ആണ് കോട്ടയത്ത് ആദ്യത്തെ BA. പപ്പയും അങ്ങനെ പഠിച്ചിരുന്നു അല്ലേ? അല്ല, പപ്പ മിലിറ്ററിക്കാരൻ. മാത്യു. അതെ, CV മാത്യു. അപ്പോൾ അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ട് കോളേജ് നടത്തി. അന്ന് എനിക്ക് 27 പിള്ളേരെ കിട്ടി. അപ്പം എൻ്റെ പഠിപ്പിച്ച അധ്യാപകൻ പ്രായാധിക്യമാണ്. അദ്ദേഹത്തിന് ഈ സ്ഥാപനം എന്നെ ഏൽപ്പിക്കാൻ എന്തോ അതൊരു ദൈവ നിശ്ചയം, അല്ലെങ്കിൽ നമ്മൾ ആരോ ഉൾവിളി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും നിമിത്തം അല്ലേ? നമുക്കെല്ലാം ജീവിതത്തിലെല്ലാം നിമിത്തങ്ങളുണ്ട്. അങ്ങനെ വന്ന് 27 പിള്ളേർ ഭോപ്പാലിൽ പോയി. അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയം കളിക്കുമ്പോൾ വീട്ടിൽ നിന്നൊന്നും അധികം പൈസ കിട്ടത്തില്ല. വീട്ടുകാരെ വണ്ടിക്കൂലിയൊക്കെ തരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വട്ടച്ചെലവിനൊക്കെ വേണ്ടിയിട്ട് ഈ കോളേജ് എടുത്ത് അങ്ങനെ ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാർ, കോൺഗ്രസ് അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നത്. പേര് ഞാൻ പറയത്തില്ല. ഒരാളുടെ പേര് ഞാൻ പറയും. അല്ല, സിനിമയിലുണ്ടായിരുന്നല്ലോ അങ്ങനെ ഒരുപാട് ശിഷ്യന്മാരൊക്കെ. അല്ല, സിനിമയിലുള്ള ആൻഡ്രോ ജോസഫ് അല്ലേ? ആൻഡ്രോ ജോസഫൊക്കെ ഞങ്ങൾ രാഷ്ട്രീയം കളിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരാണ്. നമ്മൾ സഹായിച്ചവരൊന്നും. ജോബി ജോർജ് ഇവിടെ പഠിച്ചതാണ്, അധ്യാപകനായിരുന്നു. ഞാൻ പഠിപ്പിച്ച ജോബി ജോർജിന്. അതിന്റെ ഗുണം അവനുള്ളൂ. അത് അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് പഠിച്ച് വീട്ടുകാരോട് പണം വാങ്ങിയില്ല. പിന്നെ ആരെയും കളിപ്പിച്ചുള്ള പണം നമുക്ക് ശരിയാവില്ല. പിന്നെ നന്നായി പിള്ളേരെ പഠിപ്പിച്ചു. എനിക്ക് 2700 ഡോക്ടർമാർ തോറ്റവരെ പഠിപ്പിച്ചിട്ടുണ്ട്. 35,000 നേഴ്സുമാരുണ്ട് ഞാൻ പഠിപ്പിച്ചത്. എല്ലാം വിദേശത്താണ്. വലിയ ഭാഗ്യമല്ലേ? അപ്പോൾ അവരെല്ലാം പറയാറുണ്ട്, പലപ്പോഴും വിളിച്ചിട്ട് പറയാറുണ്ട്, ഇവിടെ തോറ്റിട്ട് കഴിഞ്ഞ് +2 തോറ്റ് പ്രീ ഡിഗ്രി തോറ്റ് ഇവിടെ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. നന്നായിട്ട് പഠിപ്പിക്കും. കാരണം വിദ്യാഭ്യാസത്തെ എൻ്റെ വല്യപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ദാനം അന്നദാനവും വിദ്യാഭ്യാസവും. ലോകത്തിലെ ഏറ്റവും വലിയ ദാനം അന്നദാനമാണ്. ഈ വിദ്യാഭ്യാസം അത് കളിപ്പിച്ചാൽ പോയി. നമ്മൾ പഠിപ്പിക്കാതെ കാശുണ്ടാക്കാൻ ശ്രമിച്ചാൽ പിള്ളേർ അനുഭവിക്കത്തില്ല. അപ്പോൾ അത് ഇന്നും അതാണ്. വലിയ ഫീസ് വാങ്ങുക, അതും പാടില്ല. പാവങ്ങളും കൊണ്ട് പഠിക്കാൻ, പാവങ്ങൾക്കും പഠിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് സമൂഹത്തിന് അരാജകത്വം ഉണ്ടാക്കുന്ന, സമൂഹത്തിൽ വേണ്ടാത്തവരായി മാറാൻ പറ്റിയവരെല്ലാം നന്നാക്കി എടുത്തപ്പോൾ അവർക്ക് പുതുജീവൻ കിട്ടിയില്ലേ? ഇതൊരു വലിയ ഭാഗ്യമാണ്. തട്ടിച്ചും വെട്ടിച്ചും കോടാനുകോടി ഉണ്ടാക്കി മക്കൾക്ക് പ്രാക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായി? നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഈ ലോകം വിട്ടു പോകും. അപ്പോൾ എൻ്റെ അമ്മ പറയുന്നൊരു ഡയലോഗുണ്ട്, ക്രിസ്തീയ വിശ്വാസം. എൻ്റെ അമ്മ വലിയൊരു ആത്മീയ വിശ്വാസിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അമ്മ പറഞ്ഞൊരു വാക്യം എനിക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ട്, നീതിമാൻ്റെ മക്കൾ അപ്പ യാചിക്കത്തില്ല. അതുകൊണ്ട് മക്കൾക്ക് പ്രാക്ക് വാങ്ങിച്ചു കൊടുക്കരുത്, ഒത്തിരി സ്വത്തും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കരുത്. ഇന്നലെ രഞ്ജിത്തിനോട് ഞാൻ പറഞ്ഞു, ഇന്നലെ MD രഞ്ജിത്തിനോട് ഞാൻ പറഞ്ഞു, തുടരും സിനിമയുടെ നിർമ്മാതാവിനോട് ഞാൻ ഇന്നലെ പറഞ്ഞു, ഉച്ചയ്ക്ക് കൊണ്ടുകൊണ്ടിരുന്നപ്പോൾ, രഞ്ജിത്തെ ഞാനാണ് പണം എടുത്ത് നിർത്തി വീട്ടിൽ പോയത്. ഇത് ചോദിച്ചു നോക്ക്. കാരണം എന്താ? ഒരു പരിധിക്കുള്ളിൽ പണം വേണ്ട നമുക്ക്. പണം ഒരു പരിധിക്കുള്ളിൽ പോയ പിശാച. പണം എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടല്ല മനുഷ്യൻ ജീവിക്കണം. പണം നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ്. 1000 കോടി ഉണ്ടെങ്കിൽ ഒരു കാറിന് നടക്കാൻ പറ്റത്തുള്ളൂ. 1000 കോടി ഉണ്ടെങ്കിൽ ഒരു കട്ടിൽ നടക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എക്കണോമിക്സ് പഠിച്ച ആൾ. 1000 കോടി ഉണ്ടെങ്കിൽ ഒരു ഷർട്ട് ഇടാൻ പറ്റത്തുള്ളൂ. 1000 കോടി ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഈ വേരണത്തിൽ ഉണ്ടാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഒരു മാനസികാവസ്ഥ മാത്രമാണ്. ഞാൻ പണം ഉണ്ടാക്കാനല്ല വന്നത്. നല്ല സിനിമ ചെയ്യണം.
എനിക്ക് മുതൽ കിട്ടണം. കാരണം എനിക്ക് വീട് വിറ്റ് വഴിയാധാരാകുന്നത് നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും കുറ്റപ്പെടുത്തും. അവൻ അനുഭവിക്കണം. ഇവൻ സിനിമ പിടിക്കാൻ പോകണ്ടല്ലേ ഇവനിങ്ങനെ സംഭവിച്ചത്. കാരണം എൻ്റെ ഒരു സിനിമ പൊട്ടിയ സമയത്ത് ഞാനെന്നും സഹായിച്ചുകൊണ്ടിരുന്ന വ്യക്തി അങ്ങോട്ട് മാറിയിരുന്ന് പറയുമ്പോൾ ഞാനത് കേട്ടോണ്ടിരിക്കുക. ഞാൻ അതിലേ പോയത് അയാൾ കണ്ടില്ല. അയാൾ പറയുകയാണ് ഇവനൊന്ന് പൊട്ടിക്കാണേന്ന്. അയാൾക്ക് വൈകുന്നേരം ഭക്ഷണം ഇന്ന് ഞാൻ പൈസ കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ കോളേജിൻ്റെ അടുത്തുള്ള ഒരാളാണ്. അയാൾ മരിച്ചുപോയി. ഞാൻ തകർന്നു പോയി. ഇങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മനുഷ്യരായി ജീവിക്കുക. മനുഷ്യത്വം, മറ്റ് ജീവികളെ, സഹജീവികളെ, ലോകത്തുള്ള സകല ജീവജാലങ്ങളെ സ്നേഹിക്കുക. രാവിലെ എൻ്റെ വീട്ടിൽ വന്ന് 25 പൂച്ചയെ കാണാം. 5 കിലോ മീനെ കൊടുക്കുന്നത്. ഇഷ്ടംപോലെ പട്ടികള്, കിളികള്, കാക്കയ്ക്ക് വരെ വെള്ളം കൊടുക്കും. ഭയങ്കര മൃഗസ്നേഹിയാണ്. അതെ, എനിക്ക് അരിക്കൊമ്പന് വേണ്ടി ഏറ്റവും കൂടുതൽ സുപ്രീം കോടതി പോയത് ഞാനാ. കാശ് കൊടുക്കും. 6 ലക്ഷം രൂപ പോയെന്റെ. ഞാൻ NGO-മാരെ വെച്ച് ഞാൻ പൈസ മുടക്കി. എൻ്റെ മോൻ വക്കീലുണ്ട്. വേറെ അവിടെ പോയി വിവരാവകാശം എടുത്ത് നമ്മുടെ NGO-മാരെ വെച്ചാൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. NGO-മാരെ വെച്ച് ഞാൻ കാശ് മുടക്കി 6 ലക്ഷം രൂപ പോയി കിട്ടി. പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാൻ പ്രവർത്തിച്ചു. പ്രകൃതിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. പ്രകൃതിയാണ് എൻ്റെ അമ്മയും അപ്പനും എല്ലാം. ദൈവവിശ്വാസം പ്രകൃതി ദൈവമാണ്. അല്ലാതെ നമ്മൾ കാണുന്ന പള്ളിയിൽ പോയി പ്രവർത്തിക്കില്ല, അങ്ങനൊന്നുമില്ല. ഒത്തിരി പേര് പള്ളിയിൽ എല്ലാ ഞായറാഴ്ച 3 കണ്ടു. ഒരു നന്നായി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പോകാൻ താല്പര്യം. ഞാൻ പോകാറുണ്ട് പള്ളിയിൽ. എല്ലാവരും വേദവസം എടുത്ത് എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുന്നവരെ നല്ലവരാന്ന് ആരാ പറഞ്ഞത്? അവൻ നല്ലവരായി അഭിനയിക്കുകയല്ലേ. കുടുംബത്തിലൊരു മന്ത്രി ഉണ്ടായിരുന്നു. ആരാണ് ആ മന്ത്രി? തോമസ് ചാണ്ടി. അദ്ദേഹത്തിന്റെ വഴി പോകാൻ താല്പര്യമില്ല. അല്ല, അദ്ദേഹത്തിന് അനിയൻ എൻ്റെ അളിയനെ ഇപ്പം MLA ആണ് നിലവിൽ. കുട്ടനാട് MLA എൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡാ. തോമസാ. ഉമ്മൻചാണ്ടി വളരെ ഇഷ്ടമുള്ള ആളാണ്. ഉമ്മൻചാണ്ടിയോട് ഞാൻ ഒത്തിരി നാളെ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം 2ാം നിര നേതാവ്. അത് 1985-86 കാലത്ത് എനിക്ക് കാറുണ്ടായിരുന്നു. അന്ന് കാറുകൾ കുറവല്ലേ. ഇന്നിപ്പോൾ എല്ലാവർക്കും കാറാണ്. അന്ന് എനിക്കൊരു ടാക്സി ഉണ്ട്. ഈ കോളേജിൽ നിന്ന് കിട്ടുന്ന വെച്ചൊരു ലോണൊക്കെ വെച്ചൊരു ടൂറിസ്റ്റ് ടാക്സി എടുത്തു. അപ്പോൾ അതിനകത്ത് ഞങ്ങളിങ്ങനെ രാഷ്ട്രീയം കളിക്കാനും ഒക്കെ ആയിട്ട് ഉണ്ടല്ലോ. അന്ന് വാഹനങ്ങൾ തീരെ കുറവാണ്. അപ്പോൾ അതിനകത്ത് വൈകിട്ട് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം എൻ്റെ വണ്ടിയിലാണ് മിക്കവാറും ടാക്സിയിൽ. എൻ്റെ വണ്ടി ടാക്സി രാത്രി ഞാൻ ഡ്രൈവറോട് ഇത് മേടിക്കും. ഏതാ ആ രാജൻ എന്നാ ഡ്രൈവറുടെ പേര്. അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം എൻ്റെ വണ്ടിയിലാണ്. 10 വർഷം ഞങ്ങൾ സിനിമ കാണാനൊക്കെ പോകും. പിന്നീട് അദ്ദേഹം വലിയ ഉയർന്നു പോയി. അങ്ങനെ ഉമ്മൻചാണ്ടി സാറായിട്ട് വൈകിട്ടൊക്കെ അദ്ദേഹം ഉറക്കമില്ലല്ലോ. അദ്ദേഹം ചിലപ്പോൾ 1 മണിക്ക് KSRTC സ്റ്റാൻഡിൽ വരും കോട്ടയം. എന്നിട്ട് അന്ന് ദീപിക പത്രം ആദ്യം ഇറങ്ങുന്നത്. അന്ന് ചാനലൊന്നുമില്ല. അപ്പോൾ എന്നോട് പറയും പത്രം വാങ്ങിച്ച് ഞങ്ങൾ വായിക്കും. ഞങ്ങൾ ദോശ തല്ലും. എന്നിട്ട് അവിടെ തന്നെ കൈ എടുക്കും. എന്നിട്ട് DC ഓഫീസിൽ പോയി അദ്ദേഹം കുളിക്കും. DCC ഓഫീസ് കോൺഗ്രസിൻ്റെ കുളിക്കും. അദ്ദേഹം ചെറിയ വെള്ളത്തിലൊക്കെ തോർത്തൊക്കെ വെച്ച് കുളിക്കും. ഞാൻ അദ്ദേഹം കുളിക്കുന്നത് കണ്ടിട്ടുണ്ട്. മീൻസ് അത്ര നല്ലൊരു രീതിയാണ് പുള്ളിയുടെ. വളരെ ജാടയൊന്നുമില്ല. ഇത് ഞാൻ തന്നെ അടുത്ത 4 മണിക്കത്തെ മറ്റേ അടുത്ത ബസ്സിൽ കയറ്റി വിടും. അങ്ങനെ ഒരു 10-15 വർഷക്കാലം, 10-12 വർഷക്കാലം ഞങ്ങൾ. പിന്നെ അദ്ദേഹം എൻ്റെ വണ്ടി കിടന്ന് ഉറങ്ങിയിട്ടില്ല. അന്ന് ഈ AC ഇല്ല, ചെറിയ ഫാന്. അതൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ഞങ്ങൾ വലിയ കൂട്ടായിരുന്നു. പിന്നീട് നമ്മൾ അകന്നു. അദ്ദേഹം വേറൊരിലേക്ക് പോയി. പിന്നെ അദ്ദേഹം ഫസ്റ്റ് സ്റ്റോപ്പിലേക്ക് വന്നു. ഏതാ അദ്ദേഹമായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു തെറ്റിദ്ധാരണ പോലെ ഞങ്ങളൊന്ന് അകന്നു. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ ആ തെറ്റിദ്ധാരണ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോയിട്ടുമില്ല. മരിക്കുന്ന സമയം വരെ ഇല്ല, പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ വിഷയങ്ങൾ അങ്ങനെ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കണം അല്ലേ? അദ്ദേഹത്തെ കാണാൻ ഞാൻ പോയി. പിന്നെ അദ്ദേഹത്തിൻ്റെ ചികിത്സയെ ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായല്ലോ. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകനും ഒക്കെ എൻ്റെ അടുത്ത് വന്നു. അങ്ങനെ ചാനലൊക്കെ വന്ന് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അവസരം ഉണ്ടാക്കി കൊടുത്തു. അതിനൊരു ദേഷ്യം അദ്ദേഹത്തിൻ്റെ മകൻ എന്നോടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല. അപ്പോൾ അത് അജയ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ മകനുണ്ട്. അപ്പോൾ അനിയച്ചാൻ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞങ്ങൾ ഫാമിലിയായിട്ട് അടുത്തടുത്താണ് താമസവും. അപ്പോൾ അത് ഇപ്പം അതൊന്നും പ്രസക്തിയില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി സാറെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഉമ്മൻചാണ്ടി സാറ് എന്നെ ഇഷ്ടമായിരുന്നു. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാൾ മാക്സ്. സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മമ്മൂക്കായ. ലാലേട്ടൻ ഇഷ്ടമല്ലെന്നല്ല, മമ്മൂക്കായാണ് എനിക്ക്. അത് ആരും പറയാറില്ല, ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും പേഴ്സണൽ ബന്ധങ്ങളുണ്ടോ? പേഴ്സണൽ ബന്ധങ്ങളൊന്നുമില്ല. അവരെ കാണും, ഹായ്, അത് ഇതുണ്ട്. ഈയിടെ അടുത്താണ് മറ്റേ മമ്മൂക്ക ആ പ്രോഗ്രാമിന് വന്ന് പൃഥ്വിരാജിന് പുറത്ത് വന്നപ്പോൾ എനിക്ക് കയ്യിൽ വീണ്ടും പുറകെ തിരിച്ചു വന്ന് കഴിയുന്നു. ഒന്ന് മമ്മൂക്കായോട് എനിക്ക് ഇഷ്ടമുണ്ട്. മമ്മൂക്കായ്ക്ക് നമ്മൾ ഈ പറയുന്ന പേഴ്സണൽ ഫ്രണ്ട് അല്ല, പക്ഷെ ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ടാവും. ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ലാലേട്ടനാണ് കൂടുതൽ ഇടപെട്ടിരിക്കുന്നത്. പക്ഷെ മമ്മൂക്കായ എനിക്ക് കൂടുതൽ ലാലേട്ടൻ ഇഷ്ടമല്ലെന്നല്ല പറഞ്ഞത്. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം എനിക്ക് മമ്മൂക്കായോടാണ്. അതെ, ഉടനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്ന അറിയുന്നു. സിനിമ ചെയ്യുന്നത് അത് മമ്മൂക്ക ലാലേട്ടനല്ല, വേറൊരു ഇതാണ്. എലൂബ് എന്നാ പേര്. എലൂബ് പൃഥ്വിരാജ്. അല്ല, അത് പറയാം, പിന്നെ പറയാം. അത് സസ്പെൻസ് ഇരിക്കട്ടെ. അതെല്ലാരും പറയാണ്ട് അറിയാം. ഇല്ല,
അതിനകത്തിപ്പോൾ UK ഹാഷി എന്ന് പറയുന്ന ഓസ്കാറിലേക്ക് വന്ന ഒരാളുണ്ട്, ജപ്പാൻ മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹമൊക്കെ ഉണ്ട്. അതൊരു സംഭവമായി മാറാൻ സാധ്യതയുണ്ട്. 8 വർഷം കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റാണ്, ബുദ്ധിയും വിവരമുള്ളത്. സ്ക്രിപ്റ്റ് എഴുതുന്നത് അതൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്, 2 ഡോക്ടർമാരുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റുകളുണ്ട്, സൈക്കോളജിസ്റ്റുകളുണ്ട്, പിന്നെ അറിയപ്പെടുന്ന സയൻറ്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അങ്ങനെ 8 വർഷം കൊണ്ട് ബുദ്ധിയും വിവരമുള്ള അഡ്വക്കേറ്റ്സുമാരുണ്ട്. ബുദ്ധിയും നമ്മളെക്കാൾ ബുദ്ധിയും വിവരമുള്ള ആൾക്കാർ 8 വർഷം കൊണ്ട് എഴുതിയാണ്. അവർക്ക് സിനിമയിൽ ഒരു പാവിയൊന്നും വേണ്ട, സിനിമയിലൊന്നും അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. സിനിമ ഇഷ്ടപ്പെടുന്നവരാണ്. സിനിമയിൽ അവർ ടിക്കി ഉണ്ടാക്കിയിട്ട് പോകും. പിന്നെ അവർ അടുത്ത സിനിമയ്ക്ക് വിളിച്ചാൽ കിട്ടത്തുമില്ല. അങ്ങനെ സ്ക്രിപ്റ്റൊക്കെ കഴിഞ്ഞു. സ്ക്രിപ്റ്റൊക്കെ കഴിഞ്ഞു. ആരാ ഡയറക്റ്റ് ചെയ്യുന്നത്? ഡയറക്റ്റ് ചെയ്യുന്ന അതിലൊരാളാണ് ഈ പറഞ്ഞ. അന്ന് അവർ ചെയ്തേ കാര്യമുള്ളൂ. മീൻ മേടിച്ചവൻ തന്നെ വെട്ടി കഴിയാലേ സുഖമുള്ളൂ. ഉടനെ ഉണ്ടാവും. ഉടനെ ഉണ്ടാവും. ഇത്രയും തുറന്നു പറച്ചിൽ നടത്തുന്ന ഒരാൾ വേറെ ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ എല്ലായിടങ്ങളിലും സജി നന്ദ്യാട്ട് അടയാളപ്പെടുത്തുന്നത്. നാളെ കാലം അടയാളപ്പെടുത്തി പോകുന്നതും ഒരു വ്യത്യസ്തമായ ശബ്ദം ഉയർത്തിയ ഒരാളെന്ന നിലയിലായിരിക്കും. താങ്ക് യു സോ താങ്ക് യു. നിങ്ങളുടെ ചാനലിൽ വരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും കാണുന്നൊരു ചാനലാണ്, ലീഡിങ് ചാനലാണ്. പ്രത്യേകിച്ച് താങ്കളുടെ അവതരണ രീതി, എന്താ പറയുക, അതിൻ്റെ പ്രത്യേകത, ഒരു പക്വത, മിതത്വമൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് എൻ്റെ ഇൻ്റർവ്യൂ എടുത്തതിൽ താങ്ക് യു സോ മച്ച്.